Microeconomics in the fourth chapter, that is theory of firm under perfect competition. Microeconomics le ettom weightage koodiya chapter aanu ee theory of firm under perfect competition. Within 20 minutes namukku ee chapter set aaki edukka. Namukku nokkam the first topic ennu parayunnathu features of perfect competition. Perfect competition ennu parayunnathu oru market aanu, oru market form aanu. Adinte important features endakkiyannu choichu kayinjal the first one is large number of buyers and sellers. ഇഷ്ടംപോലെ ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു മാർക്കറ്റാണ്, ഏത് മാർക്കറ്റിനെ പോലെ തന്നെ. ഓക്കെ, രണ്ടാമത്തതാണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്, അതായത് സാധനങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കും. ഇപ്പം പേസ്റ്റ് ആണെങ്കിൽ എല്ലാ പേസ്റ്റിനും ഒരേ കളർ, ഒരേ മണം, ഒരേ നിറം. ഓക്കെ, അതേപോലെ ഹെൽത്ത് ഡ്രിങ്ക്സ് ആണെങ്കിൽ എല്ലാത്തിനും ഒരേ ടേസ്റ്റ്, ഒരേ ഗുണം, ഒരേ എന്താ ക്വാണ്ടിറ്റി, അതാണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. Now the free mobility of factors of production. Factors of production free mobility ഉണ്ട്. അവർക്ക് പിന്നെ ലേബറേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. Then the perfect knowledge about the market condition, അതായത് ഫേം ആയാലും ഇനി പ്രൊഡ്യൂസേഴ്സ് ഓക്കെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനായാലും മാർക്കറ്റിനെ കുറിച്ച് എന്തുണ്ട്, വ്യക്തമായൊരു ധാരണയുണ്ട്. എന്താണ് സാധനത്തിൻ്റെയൊക്കെ വില എന്നതിനെ കുറിച്ച് രണ്ട് കൂട്ടർക്കും നല്ല ബോധ്യമുണ്ടെന്ന് കേട്ടോ. അടുത്തതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് ഇപ്പോൾ ഒരു ഫേമിന് ലാഭമാണെങ്കിൽ അത് സാധനം കൂടുതൽ ഉണ്ടാക്കി വിൽക്കാം, ഇനി നഷ്ടമാണെങ്കിൽ അത് പൂട്ടിക്കെട്ടി എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോരാം. അപ്പോൾ ഏതൊരു ഫേമിലും വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വന്ന് സാധനം പ്രൊഡ്യൂസ് ചെയ്യാനോ ഇനി നഷ്ടമാണെങ്കിൽ അത് പൂട്ടിക്കെട്ടി വീട്ടിലേക്ക് പോകാനോ ഉള്ള ഫ്രീഡം ഉണ്ട്. അടുത്തത് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതായത് ഇവിടെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് സാധനത്തിൻ്റെ വിലയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അത് യൂണിഫോം പ്രൈസ് ആണ്, അതായത് ഒരേ വിലയാണ്. ഇപ്പോൾ കൊടയാണെങ്കിൽ എല്ലാ കൊടയ്ക്കും എന്താണ്, ഒരേ വിലയായിരിക്കും. അടുത്തതാണ് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, അതായത് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഇല്ല. ഇപ്പം നമ്മൾ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ് അഡ്വർടൈസ്മെന്റ് നടത്താറ് അല്ലേ, പക്ഷേ ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു കോസ്റ്റിന്റെ ആവശ്യമില്ല, അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം സാധനങ്ങളൊക്കെ ഒരുപോലെയുള്ളതല്ലേ, അത് ഒരേ വിലയല്ലേ, പിന്നെ എന്തിനെ ആഡ്, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി മക്കളെ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. ഇത് TR ടോട്ടൽ റവന്യൂ, AR ആവറേജ് റവന്യൂ, MR മാർജിനൽ റവന്യൂ. മിക്കവാറും ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇങ്ങനെ ടേബിൾ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ടോട്ടൽ റവന്യൂ? ടോട്ടൽ റവന്യൂ എന്നാൽ ദ ടോട്ടൽ ടോട്ടൽ ഇൻകം ഓഫ് എ ഫേം ബൈ സെല്ലിംഗ് ഹിസ് പ്രോഡക്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 കുട ഞാൻ ഉൽപ്പാദിപ്പിച്ചു, ആ 1000 കുടയും വിറ്റ് കിട്ടുന്ന എൻ്റെ വരുമാനമാണ് എന്ത്, എൻ്റെ ടോട്ടൽ റവന്യൂ. അത് കാണാനുള്ള ഫോർമുല P/Q എന്നാണ്. P/Q അതാണ് ഫോർമുല. ഓക്കെ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അടുത്താണ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട വിറ്റാൽ എന്ത് കിട്ടും, ദാറ്റ് ഇസ് മൈ ആവറേജ് റവന്യൂ. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ TR ഡിവൈഡഡ് ബൈ Q ചെയ്താൽ മതി. അതായത് ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്തത് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു TR ആണ്, അതായത് TRയിലേക്ക് വരുന്ന വർധനവാണ്. നമുക്കിനി ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം TR, P/Q, 5 into 1 5, 5 into 2 10, 3 into 5 15, അടുത്തതോ 20, അടുത്തത് 25. സോ ദിസ് ഇസ് മൈ ടോട്ടൽ റവന്യൂ. അപ്പം നമുക്ക് കാണാം ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. നൗ കംസ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങളെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വരിക 5 ഡിവൈഡ് ബൈ 1, 10 ഡിവൈഡ് ബൈ 2 5, 15 ഡിവൈഡ് ബൈ 3 5, അടുത്തതോ 5, അടുത്തതോ 5. അപ്പം ആവറേജ് റവന്യൂ എന്ത് തന്നെയാണ്, 5 തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ഏതാണ്, മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ആണ്. ടോട്ടൽ റവന്യൂയിലേക്ക് വരുന്ന വർധനവ്. നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓരോ സാധനവും ഓരോ യൂണിറ്റും വിൽക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ റവന്യൂയിലേക്ക് വരുന്ന വർധനവാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റവന്യൂ. ആദ്യത്തെ മാർജിനൽ റവന്യൂ നമ്മൾ ഒന്നും എഴുതുന്നില്ല, ബ്ലാങ്ക്, എപ്പോഴും ബ്ലാങ്ക് ആയിട്ടേക്കുക. അടുത്തത് 5 നിന്ന് 10ലേക്ക് വന്ന വർധനവ്, ടോട്ടൽ റവന്യൂയിലേക്ക് വന്ന അഡീഷൻ ആണ്. ഇപ്പൊ 5 നിന്ന് 10ലേക്ക് എന്ന് പറയുമ്പോൾ 5 അല്ലേ വർധനവ്, 10 നിന്ന് 15ലേക്ക് എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ് വർധനവ്, 5. 15 നിന്ന് 20ലേക്കും എന്ത് തന്നെയാണ് വർധനവ്, 5. ഇതിന്ന് ഇതിലേക്കും എന്ത് തന്നെയാണ്, 5. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാം, നമ്മുടെ പ്രൈസും നമ്മുടെ ആവറേജ് റവന്യൂവും നമ്മുടെ മാർജിനൽ റവന്യൂ എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ എത്താം, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസും ARഉം MRഉം എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ചോദിക്കും ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ്. കണ്ടോ,
ഇനി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി വരും. ഇറ്റ്സ് ആൻ അപ്വേർഡ് റൈസിംഗ് കർവ് ബിക്കോസ് ടോട്ടൽ റവന്യൂ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അപ്വേർഡ് റൈസിംഗ് കർവ് ആയിരിക്കും. ഇതാണ് ഷേപ്പ് ഓഫ് AR, MR ആൻഡ് P ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അടുത്തത് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, എവറി പ്രൊഡ്യൂസേഴ്സ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മാക്സിമൈസ് പ്രോഫിറ്റ്. നമുക്കറിയാം ഏതൊരാൾക്കാരും ഏതൊരു പ്രൊഡ്യൂസേഴ്സും സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC. അതായത് TRനെയും TCനെയും ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് നമ്മൾ പൈ എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. പൈ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. TR മൈനസ് TC ആണ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല. ഇനി നമ്മൾ അടുത്തിലേക്ക് കിടക്കുകയാണ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ ലോങ് റൺ ഉണ്ട്. മക്കളെ, ഒരു ഷോർട്ട് റണ്ണിൽ ഒരു ഫേമിന് അബ്നോർമൽ അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും. അത് ഷുവറായിട്ടും കുറച്ച് കാലഘട്ടത്തെങ്കിലും ഒരു ഫേമിന് നല്ല അമിതമായ ലാഭം കിട്ടും. പക്ഷെ കുറേ കഴിയുമ്പോൾ ആ അമിതമായ ലാഭം അവർക്ക് നഷ്ടപ്പെടും. അതെങ്ങനെ നഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ട് പുറത്ത് കുറേ പ്രൊഡ്യൂസേഴ്സ് വെയിറ്റ് ചെയ്യുക. ഈ ഫേമിന് നല്ല ലാഭമുണ്ട്, എന്നാൽ ഞാനും കൂടെ പോയി അത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് തോന്നും. അപ്പോൾ പുതിയ ഫേംസും അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഫേമിന് ലാഭം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. മനസ്സിലായോ? കാരണം അവിടെ ഒരു എലമെന്റ് ഉണ്ട്, ദർ ഇസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് റണ്ണിൽ മാത്രം എന്ത് പ്രോഫിറ്റ് ലഭിക്കും? എബ്നോർമൽ അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കാം. അപ്പോൾ ഇതിലെ കണ്ടീഷൻസ് നോക്ക്. വാട്ട് ആർ ദ വേരിയസ് കണ്ടീഷൻസ്? ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു MC ആയിരിക്കണം, അല്ലെങ്കിൽ MC മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? MR ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC കർവ് ഒരിക്കലും എന്ത് ചെയ്യരുത്? താഴരുത്. MC കർവ് എപ്പോഴും മുകളിലേക്ക് പൊന്തിപ്പോണം. മൂന്നാമത്തത് ഷോർട്ട് റണ്ണിൽ പ്രൈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കണം. ആൻഡ് ഇൻ ദ ലോങ് റൺ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും essay ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതണം. നമ്മൾ ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത് ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ആണ്. നമുക്ക് നോക്കാം. ഇതിന്റെ ഡയഗ്രാം ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ വഴിയില്ല. ഓക്കെ, ഇതാ ഡയഗ്രാം ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് X ആൻഡ് Y ആക്സിസ് വരയ്ക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് Y ആക്സിസിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് MC, AVC, പ്രൈസ്, AR, MR ഒക്കെ ഈ Y ആക്സിസിലാണ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൈസ് ഇസ് ഈക്വൽ ടു MR ഇസ് ഈക്വൽ ടു AR അല്ലേ. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഏത് കർവാ? MC കർവാണ് വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഇസ് മൈ MC കർവ്. ഓക്കെ, ഈ MC MRും കൂടെ ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ്. അവിടെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് എൻ്റെ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആൻഡ് ദിസ് ഇസ് ഈക്വിലിബ്രിയം പ്രൈസ്. ഇനി ഞാൻ എന്ത് കർവ് വരയ്ക്കണം? ഞാൻ ഒരു MC കർവ് അല്ല AVC കർവ് വരയ്ക്കണം. അപ്പം ഞാൻ തൊട്ട് മുകളിൽ AVC കർവ്. AVC കർവ് ഇവിടെയല്ലേ ടച്ച് ആയിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ Y ആക്സിസിലേക്ക് വരച്ചു. ദിസ് ഇസ് M, ദിസ് ഇസ് N, ദിസ് ഇസ് E. ഓക്കെ, ഇനി ഈ ഒരു ഡയഗ്രാം, ഇതാണ് ഡയഗ്രാം. ഇതിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? TRും കണ്ടുപിടിക്കണം, അതേപോലെ TCയും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? TR കാണണം ആദ്യം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു അല്ലേ. ഇതിൽ ആദ്യം TR കാണണം. TR കാണാനുള്ള ഫോർമുല P ഇൻറ്റു Q എന്നാണ്. അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം TR. അങ്ങനെയാണെങ്കിൽ പ്രൈസ് OP ആണ്, ക്വാണ്ടിറ്റി OQ ആണ്. അങ്ങനെയാണെങ്കിൽ OPEQ, അതായത് OPEQ എന്ന് പറയുന്ന ഏരിയ എന്തിനോട് ഈക്വൽ ആണ്? TRനോട് ഈക്വലാണ്. കാരണം TR എന്ന് പറഞ്ഞാൽ P ഇൻറ്റു Q, OP ഡിവൈഡഡ് ബൈ OP ഇൻറ്റു OQ എന്നായി. ഡിവൈഡ് അല്ല, OP ഇൻറ്റു OQ. അപ്പോൾ ഈ വലിയ ബോക്സിലെ അതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ റവന്യൂ. അതുപോലെ നമ്മൾ എന്ത് കാണണം? TC കാണണം. TC കാണണമെങ്കിൽ AVC ഇൻറ്റു Q ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് TC കിട്ടും. അപ്പോൾ TC കാണാനുള്ള ഫോർമുല ഇതിനകത്തുണ്ട്. ഏതാണ്? നമുക്ക് AVC ഇവിടെ വരെ ടച്ച് ചെയ്തിട്ടില്ലേ. അതായത് OQ ആണ് ക്വാണ്ടിറ്റി, ദിസ് മച്ച് ഈസ് AVC അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് ഏരിയ ആണ് നമ്മുടെ TC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് OMNQ. ഓക്കെ, OMNQ നോക്കിക്കോളൂ. OMNQ ആ ഏരിയ
OMNQ. ഈ ചെറിയ ബോക്സിലെ അതാണ് എൻ്റെ TC, ഈ വലിയ ബോക്സിലെ അതാണ് എൻ്റെ TR. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ബോക്സിൽ നിന്ന് ആ ചെറിയ ബോക്സ് ഇങ്ങോട്ട് കുറയ്ക്കുക. അതായത് OPEQയിൽ നിന്ന് OMNQ നമ്മൾ എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ കഷ്ണം ഇല്ലേ, അതാണ് എൻ്റെ ലാഭം. ഏതാണത്? PENM. ഇതാണ് എൻ്റെ പ്രോഫിറ്റ് ഏരിയ. അതായത് ഈ വലിയ ബോക്സ് ആണ് എൻ്റെ ടോട്ടൽ റവന്യൂ. പക്ഷേ എൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇത്രയേ ഉള്ളൂ, OMNQ. അപ്പോൾ ആ വലിയ ബോക്സിൽ നിന്ന് ഈ ചെറിയ ബോക്സ് എടുത്ത് മാറ്റിയാൽ ബാക്കി ഈ കാണുന്ന കഷ്ണമാണ് എൻ്റെ എന്ത് പ്രോഫിറ്റ്. അതാണ് ഒരു ഷോർട്ട് റൺ ഈക്വിലിബ്രിയം പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Now comes ഇതാണ് കേട്ടോ, ഇത് ലോസ് ഉണ്ട്. അത് ഇനി ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നേരത്തെ പറഞ്ഞത് ഷോർട്ട് റൺ ആണ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോങ് റൺ ആണ്. ലോങ് റണ്ണിലെ കണ്ടീഷൻ സെയിം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. പ്രൈസ് ഇസ് ഈക്വൽ ടു MC അല്ലെങ്കിൽ MC ഇസ് ഈക്വൽ ടു MR തന്നെ, നോ ചേഞ്ച്. രണ്ടാമത്തവും നോ ചേഞ്ച്, MC ഷുഡ് ബി നോൺ ഡിക്രീസിങ് ആയിരിക്കണം. പക്ഷെ മൂന്നാമത്തേൽ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു AC അല്ലെങ്കിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആയിരിക്കണം. അവിടെയും മക്കളെ ഡയഗ്രത്തിനൊന്നും ഒരു പ്രശ്നമല്ല. P ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR. ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് എൻ്റെ എന്താണ് MC, ലോങ് റൺ ആണ് കേട്ടോ. MC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ അല്ല, നമ്മൾ ലോങ് റൺ ആയതുകൊണ്ട് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. ഇനി ഞാൻ എൻ്റെ ഷോർട്ട് റൺ ഇനി എൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ എനിക്കിവിടെ ഒരു ബോക്സും എടുത്തു മാറ്റാനില്ല, കാരണം എല്ലാം ആ ഒരു ഒറ്റ ബോക്സേ ഉള്ളൂ. മൈ ടോട്ടൽ കോസ്റ്റ് ലോങ് റണ്ണിൽ TCയും TRും ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പ്രോഫിറ്റേ കിട്ടുള്ളൂ, ദേ ഗെറ്റ് ഒൺലി വാട്ട്, നോർമൽ പ്രോഫിറ്റ്. നോക്ക്, എൻ്റെ TC എന്ന് പറയുന്ന MC, അതായത് എൻ്റെ ടോട്ടൽ റവന്യൂ, OPEQ ആണ് ടോട്ടൽ റവന്യൂ. അത്ര തന്നെയാണ് എൻ്റെ എന്ത് ആവറേജ് കോസ്റ്റും. അപ്പോൾ ഒരു ബോക്സിൽ നിന്ന് ഒരു ബോക്സ് ഇറക്കാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഈ സെയിം ഏരിയ തന്നെയാണ് TRും TCയും. അങ്ങനെയാണെങ്കിൽ മൈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ലോസ് നോ ഗെയിൻ എന്നാണ്, അതായത് 0 ആണ്. മൈ പ്രോഫിറ്റ് 0. ഇതാണ് ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ ലോങ്. ഓക്കെ, ഇനി അടുത്തത് ഷട്ട് ഡൗൺ പോയിന്റ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിൽ. വാട്ട് ഇസ് ദിസ് ഷട്ട് ഡൗൺ പോയിന്റ്? ഷട്ട് ഡൗൺ പോയിന്റ് വൺ വേർഡ് ആണ് ചോദിക്കുക. ഇറ്റ് ഇസ് ദ മിനിമം പോയിന്റ് ഓഫ് ABC ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് മിനിമം പോയിന്റ് ഓഫ് LRAC ഇൻ ദ ലോങ് റൺ. മക്കളെ, ഇപ്പോൾ ഒരു പോയിന്റ് ഇങ്ങനെ തന്നു എന്നിരിക്കുക, ഇത് ABC ആണ്. ഇതിൽ എവിടെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മിനിമം പോയിന്റ്, ഇതിൻ്റെ താന്ന് കിടക്കുന്ന ഭാഗമല്ലേ, ഇവിടെയാണ് എന്ത് ഷട്ട് ഡൗൺ പോയിന്റ് കേട്ടോ. ഇനി അഥവാ LRAC ആണെങ്കിലോ, LRAC ആണെങ്കിലും അതിൻ്റെ ഏത് പോയിന്റിലാ, LRAC ആണെങ്കിലും അതിൻ്റെ മിനിമം പോയിന്റ്. അവിടെയാണ് നമ്മുടെ എന്ത് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ് അവിടെയാണ്. അത്ര പറഞ്ഞിരിക്കുക. നൗ കംസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇനിയാണ് അടുത്തത് എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ TRും TCയും ഈക്വൽ ആവുന്ന ആ സ്ഥലത്ത് വിളിക്കുന്ന, അല്ലെങ്കിൽ MRും MCയും ഈക്വൽ ആവുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ പോയിന്റ് പ്രത്യേകത എന്താ, നോ ലോസ് നോ പ്രോഫിറ്റ്. അത് ലാഭവുമില്ല നഷ്ടവുമില്ല, അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 4 പഠിക്കുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതെടുക്കുമ്പോൾ ഇത്രയും മിസ് പറഞ്ഞ ഇത്രയും ഭാഗങ്ങൾ ഒരു സെറ്റാക്കി പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല, നമ്മൾ വേറെയിലേക്ക് കടക്കുകയാണ്. അടുത്ത ടോപ്പിക്കാണ് സപ്ലൈ. നിങ്ങൾ ഡിമാൻഡ് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്, സപ്ലൈ. എന്താണ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ടു സെൽ ഇൻ എ മാർക്കറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വിലയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സപ്ലൈ എന്ന് വിളിക്കുന്നത്. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. ഈ ഒരു വേർഡ് അവിടെ ഉണ്ടായിരിക്കണം. എന്നിട്ട് ബാക്കി ഞാൻ ഈ പറയുന്നത് എഴുതിയാൽ മതി. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട്, ഓക്കെ, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ദ സപ്ലൈ. വെൻ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ്, വെൻ പ്രൈസ് ഡിക്രീസസ് സപ്ലൈ ഓൾസോ ഡിക്രീസസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് സപ്ലൈ ഷെഡ്യൂൾ. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെഡ്യൂൾ, അതൊരു ടേബിളാണ് മക്കളെ. ഇതൊരു ടേബിളാണ്. ഇവിടെ പ്രൈസ് എഴുതും, ഇവിടെ സപ്ലൈ എഴുതും. ഓക്കെ, അപ്പോൾ സപ്പോസ് പ്രൈസ് 10 ആവുന്ന സമയത്ത് സപ്ലൈ 50, എന്തോ ആയിക്കോട്ടെ, സപ്ലൈ 50 ആണ്. പ്രൈസ് കൂടി, അപ്പോൾ നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യണം, കൂട്ടിയാൽ മതി. ഇനി പ്രൈസ് ഞാൻ വീണ്ടും കൂട്ടി, അപ്പോൾ വീണ്ടും ഇവിടെ സപ്ലൈ കൂട്ടണം, കൂട്ടിയാൽ മതി. എത്ര അളവാന്നൊന്നുമില്ല,
സപ്ലൈ കൂട്ടിയാൽ മതി. അപ്പോൾ പ്രൈസ് കൂടുന്തോറും ഇവിടെ സപ്ലൈ എന്ത് ചെയ്തു? കൂടി. നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് എഴുതാം. പ്രൈസ് ഇനി കുറച്ചാ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ സപ്ലൈ എന്ത് ചെയ്താൽ മതി? കുറച്ച് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയും എഴുതാം. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സപ്ലൈ ഷെഡ്യൂൾ. അതായത് ഇതൊരു ടേബിൾ ആണ്. ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. അതായത് പല സപ്ലൈ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈസസ്. അടുത്തത് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ടെക്നോളജി. ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സപ്ലൈ. സപ്ലൈ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ 3 എണ്ണേ ഉള്ളൂ. ടെക്നോളജി, ടാക്സ്, ഇൻപുട്ട് പ്രൈസ്, പിന്നെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഞാൻ എഴുതിയതാണ്. ഓക്കെ, വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സപ്ലൈ? സപ്ലൈയെ ബാധിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ടെക്നോളജി. നിങ്ങൾ നോക്കിയേ, നമ്മൾ നല്ല ഹൈ ലെവൽ ടെക്നോളജി ആണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും അല്ലേ? നേരെ പക്ഷേ ടെക്നോളജി കുറവാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. നല്ല മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ് നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സപ്ലൈ വിൽ ഇൻക്രീസ്. നേരെ മറിച്ച് പഴയത് ഓൾഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. ഇനി അടുത്ത് ടാക്സ് നോക്കിയേ. ടാക്സ് കൂടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ മുകളിൽ ടാക്സ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ എന്ത് ചെയ്യും? കുറയും. നേരെ മറിച്ച് ടാക്സ് കുറവാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇനി ഇൻപുട്ട് പ്രൈസ് അടുത്ത് നോക്ക്. ഇൻപുട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇതിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് നമ്മൾ ഇൻപുട്ട് പ്രൈസ് എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇൻപുട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ, അതായത് ഇവർക്കൊക്കെ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ എൻ്റെ സപ്ലൈ എന്ത് ചെയ്യും? സപ്ലൈ കുറയും. സപ്ലൈ കുറയുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഇൻപുട്ട് പ്രൈസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. കാരണം ഇവർക്കൊക്കെ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഒക്കെ വളരെ കുറവാണെങ്കിൽ എൻ്റെ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഇനി പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ സപ്പോസ് പ്രൈസ് ഇൻക്രീസസ്, സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ? വെൻ പ്രൈസ് ഡിക്രീസസ്, സപ്ലൈ ഓൾസോ ഡിക്രീസസ്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ടെക്നോളജി, ടാക്സ്, ഇൻപുട്ട് പ്രൈസ്. ഇതിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സപ്ലൈയിൽ എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരും. നൗ കംസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ദർ ആർ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ മേ ബി ദ പ്രൈസ്. പ്രൈസ് എന്തും ആയിക്കോട്ടെ. ഓക്കെ, whatever may be the price elasticity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a small change in price leads to infinite change in supply. അതായത് സപ്ലൈയിൽ പ്രൈസിൽ ഒരു ചെറിയ മാറ്റം അങ്ങോട്ട് വന്നാൽ മതി. പ്രൈസ് കൂടിയേ ചെറുതായിട്ട് 50 പൈസയൊക്കെ കുറഞ്ഞാൽ മതി, ചിലപ്പോൾ 50 പൈസ കൂടിയാൽ മതി. അതിനനുസരിച്ച് സപ്ലൈയിൽ കണ്ടമാനം മാറ്റം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഇതിന് ഡയഗ്രാം ഇങ്ങനെ, അതായത് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അടുത്തതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ മേ ബി ദ പ്രൈസ്, ഡിമാൻഡ് റിമെയിൻ സെയിം. അതായത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു വിഷയമല്ല, സപ്ലൈ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ദാറ്റ് ഇസ് 0. ആ കേസിൽ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കൽ ടു വൈ ആക്സിസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്കിയേ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി 1 ആണ്. അതായത് 20% പ്രൈസ് കൂടിയാൽ 20% സപ്ലൈ കൂടും. ഓക്കെ, 20% പ്രൈസ് കുറഞ്ഞാൽ 20% സപ്ലൈയും കുറയും. അപ്പോൾ ഒരേ പ്രൊപ്പോർഷണലായിട്ട് ഡിമാൻഡ് അല്ല പ്രൈസും സപ്ലൈയിലും മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. അതെന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കുലർ ഹൈപ്പർബോള. ക്ലിയർ? മറന്നു പോകണ്ട, ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് 2 എണ്ണം കൂടിയുള്ളൂ. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈസിൽ ഒരു 20% മാറ്റം വന്നാൽ സപ്ലൈയിൽ 100 150 ആയിട്ട് മാറ്റം വരും. അതായത് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും ആനുപാതികമായി അതിനേക്കാളും ഇരട്ടി സപ്ലൈയിൽ എന്ത് ചെയ്യും? മാറ്റം വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈസിൽ ഒരു 20% മാറ്റം വന്നാൽ സപ്ലൈയിൽ അത്രയും മാറ്റം വരില്ല. സപ്ലൈ ചിലപ്പോൾ 10 15 അത് അത്രയൊക്കെ മാറ്റം വരുള്ളൂ. മോർ ദാൻ അല്ല, ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരും. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഓക്കെ, മറ്റേത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതെന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പം ഇതാണ് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കർവ്. അതിനു മുന്നേ
we can measure elasticity. Okay, elasticity measurement ഉണ്ട്. Elasticity, okay, elasticity of supply measure ചെയ്യാം. Okay, how can we measure elasticity of supply എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ, അതിൽ ആദ്യത്തെ മെത്തേഡാണ് പെർസെൻറ്റേജ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ഈ പ്രോബ്ലം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഇതാണ് ഫോർമുല. ഓക്കെ, ഇത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു രീതിയാണ്. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡും മറ്റേത് ജോമെട്രിക് മെത്തേഡുമാണ്. ഇതിൽ പെർസെൻറ്റേജ് മെത്തേഡാണ് ഫസ്റ്റ് വൺ. അതിൻ്റെ ഫോർമുലയാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. സപ്പോസ് പ്രൈസ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പ്രൈസ് 10 ആയിരുന്നു, അപ്പോൾ സപ്ലൈ ഇസ് ഈക്വൽ ടു 100 ആയിരുന്നു. വെൻ പ്രൈസ് ഹാസ് ബിക്കം 20, പ്രൈസ് കൂടി 10 20 ആയി. അങ്ങനെ വരുന്ന സമയത്ത് സപ്ലൈ ഹാസ് ബിക്കം 150, സപ്ലൈയും കൂടണമല്ലോ, കൂടി 150 ആയി. അങ്ങനെയാണെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ നമ്മൾ ഫോർമുല എഴുതുക. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. 100 150 എന്ന് പറയുമ്പോൾ ചേഞ്ച് എത്രയാ? 50 അല്ലേ? 100 150 ആകുമ്പോൾ ചേഞ്ച് വന്നത് 50. വാട്ട് ഇസ് ഡെൽറ്റ പി? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 10 രൂപയിൽ നിന്ന് 20 രൂപയായില്ലേ? അപ്പോൾ മാറ്റം വന്നത് 10 രൂപേൻ്റെയാണ്. ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ് 10 ആണ് അല്ലേ? പി, ഈ പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്. ആ പ്രൈസിൽ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാണ്? 100 ആണ്. സോ ദ ആൻസർ ഈസ് 500 divided by 1000 gives you at 0.5. ഓക്കെ, സോ ഇത് ഒന്നിനേക്കാളും കുറവല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1, അതായത് 0.5 ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഇത് ഏതാ വരിക? ലെസ് ദാൻ 1 ആണെങ്കിൽ ഏതാ വരുന്നത്? ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ് വരുന്നത്. ക്ലിയർ? ദിസ് ഇസ് കോൾഡ് ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇനി രണ്ടാമത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ കർവാണ്. നമ്മുടെ ജോമെട്രിക് മെത്തേഡിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിരുന്ന് കാണാം. നോക്കിയോ, ഇങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഇതാണ് സപ്ലൈ കർവ്. എന്നിട്ട് ചോദിക്കും ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സപ്ലൈ കർവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഇങ്ങോട്ടേക്ക്. ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് അടുത്ത് നോക്കിയേ, ഇതാണ് എൻ്റെ സപ്ലൈ കർവ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലൈ കർവ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 0ലേക്ക് ടച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഉണ്ട്. അതേതാ? ഇതാണ് എൻ്റെ സപ്ലൈ കർവ്. അപ്പം ഞാൻ സപ്ലൈ കർവ് എന്ത് ചെയ്യാം? ഇങ്ങനെയെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പം ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ സപ്ലൈ കർവ് തന്നിട്ട് മെഷർ ഇലാസ്റ്റിസിറ്റി എന്നേ ചോദിക്കുള്ളൂ, ഈ 3 ഡയഗ്രം തന്നിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സപ്ലൈ കർവ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് പോയി കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, കറക്റ്റ് 0ലേക്ക് പോയി കഴിഞ്ഞാൽ 1 ആ, അതിലൊരു സംശയവും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ലെസ് ദാൻ 1 ആ. ഇത് ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിക്കണം എന്നില്ല, ഇത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? 0ലേക്ക് വന്നു, അത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു വെച്ചാൽ മതി. അപ്പം പിന്നെ ഇത് മറ്റേതാണെന്ന് ഇത് മറ്റേതാണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ, തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഫൈൻ.